കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യം തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ മുഖ്യ മദ്യം ഇങ്ങെത്തിക്കഴിഞ്ഞു. സർക്കാരിന്റെ മദ്യം. ആദ്യം പ്ലാൻ ചെയ്ത പേര് മലബാർ മിസ്റ്ററി എന്നായിരുന്നു. പേര് കേട്ടാൽ എന്തോ കുറ്റാന്വേഷണ സിനിമയാണെന്നേ തോന്നുന്നു. ഇതിന് പേരിടാൻ സർക്കാർ ഒരു മത്സരമൊക്കെ വെച്ചു. ജയിക്കുന്നവന് 10,000 രൂപ സമ്മാനം. അപ്പോഴാണ് കോടതിയുടെ എൻട്രി. എന്താടാ, മദ്യപാനം പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന് കോടതി ചോദിച്ചതും ബെവ്കോ MD നൈസായിട്ട് കൈ കഴുകി. അയ്യോ സാറേ, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ ഒരു മത്സരമേ നടത്തിയിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞു. അവസാനം മിസ്റ്ററിയൊക്കെ ഒഴിവാക്കി വരുന്നത് മിന്നൽ മാജിക് ആണ്. പേര് പോലെ തന്നെ അടിച്ചാൽ മിന്നൽ വേഗത്തിൽ കിളി പോകും എന്നാണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. പാലക്കാട് മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറിയിലാണ് ഈ മാജിക് നടക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് സ്പിരിറ്റ് വരുന്നു, മലമ്പുഴയിൽ നിന്ന് വെള്ളം വരുന്നു, എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നത് നമ്മുടെ സ്വന്തം മിന്നൽ. നിലവിൽ പ്രതിദിനം 9,000 കേസ് മദ്യമാണ് വിപണിയിലെത്തുന്നത്. പക്ഷേ സർക്കാർ ലക്ഷ്യമിടുന്നത് 13,000 കേസുകളാണ്. അതായത് കേരളം മുഴുവനൊന്നും മിന്നിക്കണം എന്ന് ചുരുക്കം. തുടക്കത്തിൽ 1/2 ലിറ്റർ കുപ്പിയാണ് വരുന്നത്. വില 400 രൂപ. സാധാരണക്കാരുടെ പോക്കറ്റ് കീറാതെ തന്നെ ബോധം കളയാനുള്ള സർക്കാരിന്റെ വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം 10 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ അതിലൊന്നും ഇപ്പൊ പ്രത്യേകിച്ചൊരു തീരുമാനം ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം 10 രൂപ മുതൽ 50 രൂപ വരെ കുറച്ചു ബ്രാൻഡുകൾക്ക് വില കുറച്ചിട്ടുണ്ട്. ഇന്ധനവില കൂടുമ്പോൾ വിഷമിക്കുന്ന മലയാളികൾക്ക് മദ്യവില കുറച്ച് ആശ്വാസം നൽകുന്ന സർക്കാരിന്റെ ആ ഒരു കെയറിംഗ് ഉണ്ടല്ലോ, അത് വേറെ എവിടെ കിട്ടും? അപ്പോ മിന്നൽ മാജിക് വരുന്നുണ്ട്. അടിച്ചാൽ മാജിക് കാണുമോ അതോ ബോധം പോകുമോ എന്ന് വന്നാലേ അറിയൂ. എന്തായാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന സ്ഥിരം പല്ലവി മറക്കണ്ട. സർക്കാരിന് വരുമാനം കിട്ടാൻ നിങ്ങൾ വേണമല്ലോ.